ഗൈസ്, അങ്ങനെ നമ്മൾ ഏകദേശം ഇതാ 1/2 കിലോമീറ്ററോളം നടന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വരുമ്പോഴേ ചെവിയൊക്കെ ഇങ്ങനെ അടയുക. കാരണം മഞ്ഞ് ഉള്ളതുകൊണ്ടോ എന്തൊക്കെയോ ആണ്. കുറേ കുണ്ടും കുഴിയും മലയും കുന്നും പുഴയും പിന്നെന്താ മരവും അങ്ങനെ എല്ലാം ഉണ്ടല്ലേ. ഒരു ജുറാസിക് വേൾഡിന്റെ ഒരു പ്രതീതിയാണ് ഇവിടെ. ഫൈനലി നമ്മളിതാ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് കാണാൻ. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു വാട്ടർഫോൾസ്. പിന്നെ താഴേക്ക് ഒരുപാട് ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട്. എല്ലാവരും വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു വാട്ടർഫോൾസിൻ്റെ സൗണ്ട് ഇങ്ങോട്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഞാനെന്തായാലും വെള്ളത്തിൻ്റെ പകുതി വരെങ്കിലും പോകണമെന്നുണ്ട്. ഫുള്ളായിട്ട് നനയോ ഇല്ലേന്ന് അറിയില്ല. കാരണം എൻ്റെ കൂടെ വന്നവരൊക്കെ വെള്ളത്തിൽ ചാടാനുള്ള പരിപാടിയാണ്. മിക്കവാറും എന്നെ മുക്കിയെടുക്കാനുള്ള ചാൻസൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഞാൻ കുറച്ച് വിട്ട് നിന്നിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഈ ഒരു വാട്ടർഫോൾസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി ഉയരത്തിലാണ് കേട്ടോ ഉള്ളത് ഇത്. ഈ ഒരു വാട്ടർഫോൾസിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് കർണാടകയിലെ വനങ്ങളിൽ നിന്നാണ്. നിത്യഹരിത കുന്നുകളുടെയും താഴ്വരകളുടെയും പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടത്തിന് 3 ഘട്ടങ്ങളാണുള്ളത്. രണ്ടാമത്തേത് അളകാപുരിയാണ്. കണ്ണൂരിൽ ഒരിക്കലെങ്കിലും വന്നാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധത്തിൽ വിനോദസഞ്ചാരികളുടെ ഹൃദയത്തിൽ ഇടം നേടുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു അളകാപുരി വെള്ളച്ചാട്ടം. അപ്പോൾ എൻ്റെ കൂടെ വന്ന ഓരോരുത്തരായിട്ട് ഇതാ വെള്ളത്തിൽ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ വേറെ ഡ്രസ്സൊന്നും എടുക്കാത്തതുകൊണ്ട് എനിക്ക് നനഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ പകുതിയോളം ഇറങ്ങുകയാണ് കേട്ടോ. മൊത്തമായിട്ട് ഇറങ്ങണില്ല. എനിക്ക് വീഡിയോസൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ്. പിന്നെ നമ്മളെ നാട്ടിലിതുപോലെ ഒരു പാലൂർക്കോട്ട വെള്ളച്ചാട്ടം ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അതുപോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. പക്ഷേ പാലൂർക്കോട്ട വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നല്ല വീതിയിലാണ് കിടക്കുന്നത്. പക്ഷേ ഇതിനാണെങ്കിൽ നല്ല ഹൈറ്റാണ് കേട്ടോ. എനിക്കങ്ങനെയാണ് തോന്നിയത്. പിന്നെ അതാ എല്ലാവരും വെള്ളത്തിൽ കുളിച്ചിട്ടോ. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളത് എൻജോയ് ചെയ്തിട്ട് തന്നെ പോകണമല്ലോ. അങ്ങനെ ഞാനും ഏകദേശം പകുതിയോളം ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് നല്ല പണി തന്നിട്ടാണ് എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വീഡിയോസ് എടുക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇവിടെ എല്ലാവരും മതിമറന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ കൂടെ വന്നതൊക്കെ എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സാണ്. പല ആൾക്കാരും പല സാഹചര്യങ്ങളിൽ വന്നതാണല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മളതെല്ലാം മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി എന്താ പറയുക അടിച്ചു പൊളിച്ചു അങ്ങനെ തന്നെ പറയാം. ഏകദേശം ഒരു 2 മണിക്കൂർ അവിടെ ചിലവഴിച്ചതിന് ശേഷം ഇനി നമ്മൾ കര കയറാൻ പോവുകയാണ് കേട്ടോ. ഗൈസ്, അപ്പം നമ്മൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വാട്ടർഫോൾസൊക്കെ കണ്ട് ഇനി നമ്മൾ നേരെ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ടയേർഡായി. എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങി കേട്ടോ. 2-3 പേരെ ഇറങ്ങാത്തുള്ളൂ. അതുകൊണ്ട് ഇനി നമ്മൾ നേരെ കയറുകയാണ്. മല താണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ഇറക്കമായിരുന്നു. പക്ഷെ ഇനി നമ്മൾ അങ്ങോട്ട് കയറുകയാണ്. നമ്മുടെ ഈ ട്രിപ്പിൽ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരേനെ എല്ലാവരേനൊന്നും എനിക്ക് പരിചയമില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഈ ഒരു യാത്രയിൽ പകുതി എത്തിയപ്പോഴേക്കും എല്ലാവരെയും പരിചയമായിട്ടോ. അത് പിന്നെ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഞാൻ മുന്നേ KSRTC ട്രിപ്പൊക്കെ ഉണ്ടല്ലോ, അതിൽ ഞാൻ പോവാറുണ്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെ നമ്മൾ പല സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ട്രിപ്പ് ഏകദേശം കഴിയാറാവുമ്പോഴേക്കും എല്ലാവരായിട്ടും നല്ല അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു ട്രക്കിംഗ് വരുന്നത്. ഞാൻ മുന്നേ കൊടജാദ്രിയിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഇതുപോലെ ജീപ്പിൽ ട്രക്കിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിന് ശേഷം എപ്പോഴാണ്. അപ്പോൾ ജീപ്പിലുള്ള ട്രക്കിംഗ് അടിപൊളിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ വാട്ടർഫോൾസ് ആണെങ്കിലും സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ കാസർഗോഡ് കണ്ണൂരൊക്കെ വരികയാണെങ്കിൽ ഈ അളകാപുരി വാട്ടർഫോൾസ് മിസ് ചെയ്യാതിരിക്കുക. ഇറങ്ങുമ്പോൾ കയറുമ്പോഴും ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാവരും കൂടെ പോകുമ്പോൾ രസമാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വേറെ കുറച്ച് സ്ഥലം കൂടെ കാണാനുണ്ട്. അപ്പോൾ
അതും കൂടെ കണ്ടിട്ടായിരിക്കും നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇന്ന് മെയിനായിട്ട് നമ്മൾ കണ്ടത് ആ ഒരു ഹിൽ പോയിൻ്റ്, അതായത് വ്യൂ പോയിൻറ്റും പിന്നെ ഈ ഒരു വാട്ടർഫോൾസാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇനി അടുത്തത് എങ്ങടാന്ന് തീരുമാനിച്ചിട്ടില്ല. ഈ ഒരു കാട്ടിലൂടെ നടക്കുമ്പോഴുണ്ടല്ലോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പൂക്കളും കായകളൊക്കെ കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ റെയറായിട്ട് കാണുന്ന ഒരു ചെടിയാണ്, ഒരു വയലറ്റ് കളറ് പൂവുള്ള. അപ്പോൾ ഇവിടെ ഇതാ ഒരുപാട് ഇത് കാണുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. പിന്നെ ഇതാ ഈ കാട്ടിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള പക്ഷികളേനൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോസിൽ നമുക്കത് എടുക്കാൻ ആ ഒരു ടൈമിൽ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ചീവീടിൻ്റെയും അതുപോലെ വേറെയൊക്കെ പ്രാണികളുടെയൊക്കെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം നമ്മുടെ റോഡ് എത്താനായിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. നല്ല വിശക്കുന്നുണ്ടായിരുന്നു, ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ എല്ലാവരും നല്ല വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. നമ്മൾ പോരുന്ന വഴിക്ക് നല്ല അടിപൊളി ബിരിയാണിയൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു യാത്ര കണ്ടിന്യൂ ചെയ്യാനുണ്ട്. ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇന്ന് എന്തൊക്കെ കാണാൻ പറ്റുമോ അതൊക്കെ നമ്മൾ കാണാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് കണ്ണൂരുള്ള തുരുത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ വണ്ടി കയറി ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കണ്ണൂർ ഫുള്ള് ചുറ്റിക്കറങ്ങി എല്ലാ സ്ഥലം കണ്ടു. അപ്പോൾ ഇനി നമ്മൾ കണ്ണൂർ തുരുത്ത് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ എന്താണ് തുരുത്ത് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് വന്നിരിക്കുകയാണ്. സംഭവം ഇവിടെ ബീച്ചും കായലും അങ്ങനെയൊക്കെ എന്തൊക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു പാർക്കിലേക്ക് വന്നു. തുരുത്തിലേക്ക് വരുമ്പോൾ ഒരു പാർക്കിലേക്ക് വരണം. ഇതാണ് പാർക്ക്. ഫുഡൊക്കെ കഴിച്ച് യാത്രയും കഴിഞ്ഞതിന് ശേഷം ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോഴേക്കും. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കണ്ട ഒരു ദ്വീപ് പോലെയൊക്കെ കാണുന്നുണ്ടോ, അതാണ് കേട്ടോ നമ്മുടെ തുരുത്ത് എന്ന് പറയുന്ന സംഭവം. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. നമുക്കിതാ ഈ ഒരു ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് ആ ദ്വീപിലേക്ക് പോകാൻ എളുപ്പമാണ്. പക്ഷേ ഈ വേലിയിറക്കമൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് ഈ കടലിൽ വെള്ളം കൂടുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് പോകാൻ പറ്റുമോ എന്നറിയില്ല. കൂടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ബീച്ചിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം ഈ ഒരു കാറ്റൊക്കെ കൊണ്ട് ഇവിടെ അങ്ങനെ നിൽക്കാനായിട്ട്. ഏകദേശം 2 ഹെക്ടർ വിസ്തീർണം വരുന്ന ഒരു ദ്വീപാണ് കേട്ടോ ധർമ്മടം തുരുത്ത്, അതായത് പച്ചത്തുരുത്ത് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു ധർമ്മടം കടപ്പുറത്തുനിന്ന് ഏകദേശം 100 മീറ്റർ അകലെയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നിറയെ തെങ്ങുകളും ചെടികളൊക്കെ നമുക്കതിൽ കാണാൻ കഴിയും. പിന്നെ മുഴുപ്പിലങ്ങാടി ബീച്ചിൽ നിന്നും ഈ ഒരു ദ്വീപിലേക്ക് കാഴ്ച ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. മുഴുപ്പിലങ്ങാടി ബീച്ചും കൂടെ കവർ ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചതാണ്. പക്ഷേ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് അവിടെ പോകുന്നില്ല കേട്ടോ. അവിടെയാണെങ്കിൽ നല്ല അടിപൊളി വൈബാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും മുഴുപ്പിലങ്ങാടി ബീച്ചും കൂടെ നമ്മൾ കണ്ടിട്ടേ ഇവിടുന്ന് പോവുള്ളൂ കേട്ടോ. അങ്ങനെ അതാ എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരുടെയൊക്കെ മക്കൾ ഈ ഒരുപാട് ഷെല്ലുകൾ അവർ ശേഖരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും കൂടെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചെന്നാലും പെറുക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു ശീലം ഇതുവരെ മാറ്റിയിട്ടൊന്നുമില്ല. നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഷെൽസ് ഇവിടെ കാണാൻ പറ്റിയിട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇത് പെറുക്കിയെടുക്കുന്നത്. അങ്ങനെ നമ്മളിതാ ഇനി തിരിച്ചു പോവാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ നല്ല അടിച്ചു പൊളിച്ചു, എൻജോയ് ചെയ്തു. എല്ലാവരും അവരുടെ തിരക്കൊക്കെ മാറ്റി വെച്ച് ഇതുപോലെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുക, എൻജോയ് ചെയ്യുക, അതൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത് കേട്ടോ. അപ്പം ഇനി നമ്മൾ തിരിച്ചു പോവാണ്. ഇനി എന്തായാലും വീട്ടിലെത്തുമ്പോഴേക്കും നല്ല ലേറ്റ് ആവും. രാവിലെ 4 മണിക്ക് പോകുന്നതാണ്. ഇനി വീട്ടിലെത്തുമ്പോഴേക്കും ഏകദേശം ഒരു 12-1 മണിയൊക്കെ ആവുന്നുണ്ടാവും. പോകുന്ന വഴിക്ക് നമ്മൾ നല്ലൊരു ഹോട്ടലൊക്കെ കണ്ടുപിടിച്ച് അവിടുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. ലാസ്റ്റ് തിരിച്ചു പോകുന്ന സമയത്ത് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. പോകുമ്പോൾ നല്ല രസമായിരുന്നു, പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ എന്താണാവോ എല്ലാവർക്കും ഭയങ്കര ഒരു സങ്കടമൊക്കെ. അപ്പോൾ ഇനി ഇതുപോലെയുള്ള ട്രിപ്പ് ഇനിയും പോകാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോടെ